ഒരു കോവൽത്തണ്ട് പിടിച്ചു കിട്ടുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു പണിയാണ്. അതിലേറെ ദുഷ്കരമാണ് ഇത് വേര് പിടിപ്പിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനിത് വേര് പിടിപ്പിച്ചെടുത്ത് ഈ കോവൽത്തണ്ട് നടുന്ന രീതിയാണ് ഇന്നിവിടെ പറയുന്നത്. ശരിയായ നടുന്ന രീതി. ഒരു കോവൽത്തണ്ട് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വീടിന് ഒരു വലിയ ആശ്വാസമാണ് പച്ചക്കറി വകയിൽ. കാരണം അത് നല്ല പരിപാലനം ഉണ്ടെങ്കിൽ അത് 2 വർഷത്തോളം നല്ല രീതിയിൽ കായ് തരും. നല്ല സുഭിക്ഷമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ജൈവവളം ചേർത്ത് ഉണ്ടാക്കുന്ന ഈ കോവൽ ആരോഗ്യത്തിനും വളരെ പ്രധാനമാണ്. ഒരുപാട് മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഹെൽത്തി ഫുഡാണ്. ഇത് നടുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം കോവൽ നടാൻ. അപ്പോൾ കുറഞ്ഞ ചിലവിൽ കൃഷി ചെയ്ത് ജൈവ കൃഷി ചെയ്ത് നല്ല വിളവും അതുപോലെ നല്ല ആരോഗ്യത്തിനും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന എന്നോടൊപ്പം സഹകരിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടണുണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. നമുക്ക് മുന്നേറണം. നമ്മളോടൊപ്പം നമ്മുടെ കേരളവും പച്ചക്കറി മേഖലയിൽ സ്വയം പര്യാപ്തതയിലെത്താനും ഈ എൻ്റെ വീഡിയോകളെല്ലാം തന്നെ ഉപയുക്തമാണ്. ഇപ്പോൾ കോവലിന് ആവശ്യമായ ഒരു കുഴിയെടുക്കാനാണ് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ടും കാര്യമായിട്ടും ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ വേര് പിടിപ്പിച്ച കോവൽത്തണ്ടുകൾ ഞാൻ ഓൺലൈനിൽ വിൽപ്പന നടത്തുന്നുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് സാധനങ്ങൾ ഞാൻ ഈ പൊന്നാങ്കണ്ണി ചീരയുടെ തൈകൾ ചെയ്യുന്നുണ്ട്, ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട്, കറ്റാർവാഴ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഓൺലൈനിൽ വിൽപ്പനയുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേര് പിടിപ്പിച്ച തണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 തണ്ടിന് 100 രൂപയാണ് ഞാൻ വാങ്ങിക്കുന്നത്. 100 രൂപ എന്ന് പറഞ്ഞാൽ പകുതിയിൽ കൂടുതൽ പോസ്റ്റൽ ചാർജും ബോക്സിൻ്റെ ചിലവുമായിട്ട് പോകും. പിന്നെയുള്ളതാണ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഈ കറ്റാർവാഴയും അതുപോലെ പൊന്നാങ്കണ്ണി ചീരയുടെ തൈകളൊക്കെ ആവശ്യമുള്ളവർ ഞാൻ ഇതിൽ വാട്സാപ്പ് നമ്പർ ടൈറ്റിലിൽ കൊടുക്കാം. അപ്പോൾ വാട്സാപ്പിലൂടെ ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. അപ്പോൾ അധികം വലുതും അതുപോലെ വളരെ ചെറുതുമല്ലാത്ത ഒരു കുഴിയെടുക്കുക. എൻ്റെ ഈ കൃഷിഭൂമിയിൽ നിന്ന് മിക്കവാറും സ്ഥലത്തൊക്കെ ചെങ്കല്ലിൻ്റെ സാമീപ്യമുണ്ട്. ഈ ചെങ്കല്ലിൻ്റെ സാമീപ്യം വളരെ നല്ലതാണ്. ചെങ്കല്ലിൻ്റെ സാമീപ്യം ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് ചെങ്കല്ല് പൊടിച്ച് അതുകൂടി ഒന്ന് വിതറി കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ വേറൊരു ട്രിക്കും കൂടെ ഉണ്ട്. അത് ആ സമയമാകുമ്പോൾ ഞാൻ പറയാം. ഇനി അപ്പോൾ ഇത്രയും മതി. ഇനിയുള്ള ഇതിന് ചെയ്യാനുള്ള വളമാണ് ചെയ്യേണ്ടത്. ആദ്യം കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം. നടുന്ന സമയത്ത് അധികം വളമൊന്നും ആവശ്യമില്ല. അത് കഴിഞ്ഞത് വലുതായി പടർന്നു കൊടുക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ വളം ചെയ്യേണ്ടത്. കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1/4 കിലോയേ വരുള്ളൂ. ഒരു 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും എടുത്തിട്ടുണ്ട്. ഇതിന് വേര് ചീയൽ വരാനും ചെറിയ കീടബാധകളുണ്ട്, അതൊക്കെ ഒഴിവാക്കാനും ഒരു തരം നീളം കൂടിയ ഒരു പുഴുവുണ്ട്, വണ്ണം കുറഞ്ഞ് തലമുണിനാര് വണ്ണമുള്ള ഒരു തരം പുഴു. അതൊക്കെ ചത്തുപോകാൻ വേണ്ടിയിട്ടാണ് ഈ വേപ്പിൻ പിണ്ണാക്ക് ഇടുന്നത്. വേപ്പിൻ പിണ്ണാക്ക് ഒരു വളവും കൂടിയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. കുറച്ച് ചാരം വേണം. ചാരം അധികം വേണ്ട, ഒരു പിടി മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ എല്ലുപൊടി ചേർക്കണം. അതിപ്പോഴല്ല, അടുത്ത വളം ചെയ്യുമ്പോഴാണ് എല്ലുപൊടി ചേർക്കേണ്ടത്. എല്ലുപൊടി മസ്റ്റാണ്. ഈ വളം നമുക്ക് മിക്സ് ചെയ്ത വളം ഇട്ട് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് ഒരു 2-3 തുരുമ്പ് പിടിച്ച ആണി ഇട്ട് കൊടുക്കുക പല സ്ഥലങ്ങളിലായിട്ട്. കാരണം ഈ തുരുമ്പ് പിടിച്ച ആണി കോവലിനും പാവലിനും പച്ചമുളകിനും കാന്താരിമുളകിനും വളരെ വിശിഷ്ടമാണ്. അത് ആരും ചെയ്യുന്നില്ല, ആൾക്ക് അറിയില്ല, അതാണ് ചെയ്യാത്തത്.
പക്ഷേ ഇങ്ങനെ ചെയ്തു നോക്കൂ, വിളവ് ഭയങ്കരമായിരിക്കും. നിങ്ങളെ ഞെട്ടിക്കുന്ന വിളവാണ് കിട്ടുന്നത്. ഇനി ഇവിടെ നമുക്കല്പം മണ്ണ് ഒന്ന് മാന്തി ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ ഈ നമ്മൾ കോരിയിട്ട മണ്ണ് തന്നെ ഒരല്പം എടുത്തിടുക. ഒന്ന് നനച്ച് കൊടുക്കണം. ഒരു 6 മാസം മുമ്പ് ഈ ഭാഗത്ത് ഞാൻ കുമ്മായമൊക്കെ വിതറി എല്ലാം കിളച്ച് ശരിയാക്കിയിട്ടതാണ്. പക്ഷേ എനിക്ക് തക്കാളിയും വെണ്ടയും നടാനായിരുന്നു ഉദ്ദേശം, നടന്നില്ല. അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഞാൻ കുമ്മായം ചേർക്കാത്തത്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ കവറ് ഇവിടുന്ന് ഊരിയെടുക്കാം. വേര് പോകാതെ പതുക്കെ ഊരിയെടുക്കണം. വേരങ്ങനെ പോകില്ല, കാരണം നമ്മൾ ടൈറ്റാക്കി വച്ചിരിക്കുന്നതാണ് മണ്ണ് കൊണ്ട്. കണ്ട അടിപൊളി വേര്, കണ്ട നല്ല രീതിയിൽ വേര് പിടിച്ചിട്ടുണ്ട്. ഇതിവിടെ നമ്മൾ ആ മണ്ണ് കുഴിച്ചെടുത്ത് വച്ചു കൊടുക്കുക. അതുപോലെ അടുത്തതും വെച്ച് കൊടുക്കുക. 2 എണ്ണം ഈ കുഴിയിലാണ് ഞാൻ നടുന്നത്. പക്ഷേ വളം ഇച്ചിരി കൂടുതൽ കൊടുത്താൽ മതി, വേറെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ചുറ്റും ഒന്ന് മണ്ണിട്ട് ഒന്ന് ഉറപ്പിക്കുക. ഇനിയിപ്പോൾ ഒരു കമ്പ് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇത് പടർത്തി വിടാം മുകളിലേക്ക്. ഈ മുളച്ച് വന്നിരിക്കുന്ന കൊടി വീശിയ ഭാഗം ഒരു കമ്പ് കുത്തി കൊടുത്താൽ നേരെ മുകളിലേക്ക് പടർത്തി വിടാം. ഇവിടെ ഇച്ചിരി തണലുള്ള ഭാഗമാണ്, പക്ഷേ ഈ മുകളിലേക്ക് പടർന്നു കഴിയുമ്പോൾ ഇലകൾക്ക് സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടും. ഈ മണ്ണൊക്കെ നമുക്കൊന്ന് കോരിയിട്ട് ശരിക്ക് കോരിയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്, അതും കൂടെ ചെയ്യുക. അത് ഞാൻ പറഞ്ഞു തരാം. എപ്പോഴും വെള്ളം ഒഴിക്കണ്ട, നല്ല ഈർപ്പം കിട്ടിയാൽ മതി ഇതിന്. അതിന് ഒരാഴ്ചയിലൊരിക്കൽ, ഇപ്പോൾ തൽക്കാലം ആഴ്ചയിലൊരിക്കൽ വെള്ളം ഒഴിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ 2 പ്രാവശ്യമായിട്ട് വെള്ളം ഒഴിക്കാം വളർന്നു കഴിയുമ്പോൾ. അപ്പോൾ ഇതൊന്ന് പൊതയിട്ട് കഴിഞ്ഞാൽ ഈർപ്പം നിലനിൽക്കും. മുട്ടത്തൊണ്ട് കിട്ടിയാൽ ഇതിൻ്റെ കൂടെ ഇടാം കേട്ടോ, അത് നല്ലതാണ്. ഇനി കുറച്ച് കരിയില ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. ഇത് നല്ല മികച്ച ഇനമാണ് കേട്ടോ ഈ കോവൽ. കാരണം ഇതിൻ്റെ 2-3 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ കണ്ടിട്ടുള്ളതാണ്. നിറയെ കോവയ്ക്ക് ഉണ്ടായി കിടക്കുന്നതും അതിന് വളം ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിനെപ്പറ്റി. അപ്പോൾ ഇതിൻ്റെ തണ്ടുകൾ, വേര് പിടിപ്പിച്ച തണ്ടുകൾ വേണ്ടവർ വാട്സാപ്പുമായി ബന്ധപ്പെടുക. വാട്സാപ്പ് നമ്പർ കൊടുക്കാം. ഓക്കെ. അതുപോലെ കേരളത്തിൽ വ്യാപകമായ പൊന്നാങ്കണ്ണി ചീര ഞാൻ കൊടുക്കുന്നുണ്ട്. നല്ല ഇനം കറ്റാർവാഴയും കൊടുക്കുന്നുണ്ട്. കറ്റാർവാഴ 2 തരം എന്ന് പറയുന്നത് ജെല്ല് കൂടിയതും ഗുണം കൂടിയതുമായ ഒരു ടൈപ്പുണ്ട്. ഗുണം കുറഞ്ഞതും കോല് പോലെ മേലോട്ട് പോകുന്നത് ഒരെണ്ണമുണ്ട്. അങ്ങനെയാണ് 2 തരം. അതിൽ എൻ്റെ കയ്യിലുള്ളത് നല്ല ഇനമാണ്. തിരികെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.